നമസ്കാരം. ഖാലിസ്ഥാൻ ഭീകരവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇത് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കാനഡ ആസ്ഥാനമായിട്ടുള്ള CBC ന്യൂസാണ് ഈ നിർണായക വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. എന്തായാലും കൊലപാതകം നടന്ന് 9 മാസങ്ങൾക്ക് ശേഷമാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. 2023 ജൂൺ 18 തീയതിയാണ് ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ ഗുരു നാനാക്ക് സിഖ് ഗുരുദ്വാരയിൽ വെച്ച് ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെടുന്നത്. നിജാറിന്റെ വധത്തിന് പിന്നിൽ ഇന്ത്യൻ സർക്കാരിന്റെ കരങ്ങളാണ് എന്നുള്ള ഒരു വിവാദപരമായ പരാമർശം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്തു. അങ്ങനെ ഒരു ആരോപണം അദ്ദേഹം പാർലമെന്റിൽ നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുന്നു. ഇരു രാജ്യങ്ങളും നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ വിഷയത്തിൽ, അതായത് ഈ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യൻ ഭരണകൂടമോ കനേഡിയൻ ഭരണകൂടമോ ഔദ്യോഗികമായി ഇതുവരെയും ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ 9 മാസങ്ങൾക്ക് ശേഷം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധി അത്ര നിഷ്കളങ്കമല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഡോക്യുമെന്ററിയിൽ പ്രത്യേകിച്ച് പുതിയ തെളിവുകളൊന്നും അടങ്ങിയിട്ടില്ല താനും. എന്തായാലും ഖാലിസ്ഥാൻ നേതാക്കളുടെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്ററിയിൽ CBC ന്യൂസ് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ത്യയിലെ സിഖ് വോട്ടർമാരെ ധ്രുവീകരിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് നിലവിൽ BJPയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഗുരുദ്വാരയ്ക്കുള്ളിൽ, കാനഡയിലെ ഗുരുദ്വാരകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറെയും ഇന്ത്യയുടെ വിദേശകാര്യ അംബാസിഡറായ സഞ്ജയ് വർമ്മയും ഒക്കെ വധിക്കണമെന്ന തരത്തിലുള്ള ബോർഡുകൾ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എന്തായാലും പഞ്ചാബിൽ ഇത് ചർച്ചയാക്കാൻ തന്നെയാണ് ഇത് പുറത്തുവിട്ട ആളുകളുടെ ഉദ്ദേശം. പക്ഷേ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. നിലവിൽ പഞ്ചാബും ഹരിയാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളൊക്കെ കർഷക സമരത്തിന്റെ പിന്നാലെ തന്നെയാണ്. അതിനിടയിലാണ് ഈ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതക ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഇത് ഖാലിസ്ഥാനി പ്രസ്ഥാനവുമായി അടുത്ത് നിൽക്കുന്ന കുറച്ചു പേർക്കിടയിലെങ്കിലും ചർച്ചകളിലേക്ക് വഴി നയിക്കും. അങ്ങനെയുള്ള ആളുകളുടെ വോട്ട് മോദിക്കെതിരാക്കുക, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഇന്ത്യയിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നിലുള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.